മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി എന്നുള്ള വിധി അത് സർക്കാരിന് തിരിച്ചടിയാവില്ലേ? സത്യത്തിൽ അത് വേണം, സർക്കാരിന് തിരിച്ചടിയാണ് ശരിക്കത്. പക്ഷെ എനിക്ക് ആ കമ്മീഷനെ സംബന്ധിച്ച് കമ്മീഷനാണോ എന്ന് എൻ്റെ സംശയം. ഇതിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം മുനമ്പത്ത് ഈ തരത്തിൽ വഖഫിൻ്റേതായിട്ടുള്ള ഭൂമിയാണോ ഈ തരം കാര്യങ്ങൾ ഒരു ഫാക്സ് ഫൈൻഡിങ് കമ്മിറ്റിയാണ് ശരിക്കത്. CN രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിക്ക് ആ പുള്ളിക്കൊരു പണി കൊടുത്താൽ കേരള സർക്കാർ. ഈ പറയുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ഒരുപാട് ജഡ്ജിമാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ജോലി തേടി നടക്കുന്നവരാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ളവരും. ഇവർ ഇത്തരത്തിലൊരു ഫാക്സ് ഫൈൻഡിങ്ങിൻ്റെ കമ്മിറ്റി അതിൻ്റെ കമ്മീഷൻ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ചില ഫാക്സ് ഇവർ നിരത്തുന്നു. ഇദ്ദേഹത്തിന് എന്താ അതിന് അധികാരം എന്താ ഉള്ളത്? ഈ പറയുന്ന CN രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ആൾ ഈ പറയുന്ന ഫാക്സ് ഫൈൻഡിങ്ങിൻ്റെ കമ്മിറ്റിയുടെ അധിപനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. അദ്ദേഹത്തിന് ആകെയുള്ള ദൗത്യം ഇതിൻ്റെ വസ്തുതകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. വസ്തുതകൾ എല്ലാവർക്കും നിശ്ചയമുള്ളതാണ്. ഈ ഭൂമി അവിടെ താമസിക്കുന്ന 600-ൽ പരം കുടുംബക്കാർ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. അവർ അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെയും വിലയാണത്. അവരെങ്ങനെ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി വഖഫുകാർ പഴയ കാലത്ത് വഖഫിന് മഹാരാജാവ് ദാനമായിട്ട് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. ഫറൂഖ് കോളേജിന് ആ ഒരു സേട്ടിന് ആ സേട്ടത് ഇവർക്ക് ഫറൂഖ് കോളേജിന് ദാനമായിട്ട് കൊടുക്കുകയാണ്. ആ ദാനം കൊടുക്കുന്ന ഭൂമി അവിടെ വഖഫിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് എന്തൊരു ഭോഷ്കാത്! ഒരു ഭൂമി എന്നിട്ട് ആ ഭൂമി ആളുകൾക്ക് വിൽക്കുക, അവരിൽ നിന്ന് പണം വാങ്ങിക്കുക, ആ പണം വാങ്ങിക്കുന്ന ഭൂമിയിൽ പാവപ്പെട്ട ആളുകളുടെ വീട് വയ്ക്കുക, ആ വീട് അവർ നികുതി അടയ്ക്കുക. ഇപ്പം ലേറ്റസ്റ്റ് പ്രശ്നം കഴിഞ്ഞെങ്കിൽ വഖഫിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നികുതി അടയ്ക്കാൻ പറ്റില്ല. നികുതി സർക്കാർ എടുക്കുന്നില്ല. ഇവർക്ക് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ നിവൃത്തിയില്ല. അതിന് അവിടുത്തെ പഞ്ചായത്തുകൾ അനുവാദം കൊടുക്കുന്നില്ല. അവർക്കൊരു ബാങ്ക് ലോൺ കിട്ടുന്നില്ല. കാരണം ഇത് വഖഫിൻ്റെ ഭൂമിയല്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത അവിടെ താമസിക്കുന്ന സർവ്വസാധാരണക്കാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ കമ്മിറ്റിയാണ് CN രാമേന്ദ്രൻ നായരുടേത്. പക്ഷേ ഇത്തരമൊരു കമ്മിറ്റിയെ നിയമിക്കുന്ന സമയത്ത് സർക്കാർ ഒട്ടും സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ എടുത്തിട്ടില്ല. ഈ സർക്കാർ ഇത്രയും എന്തിനാ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കണം? ഒരുപാട് പണ്ടന്നെ ഉണ്ടാക്കിയല്ലോ. സിനിമാ താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റി. ഹേമ എന്താ റിപ്പോർട്ടുണ്ടാക്കിയത്? ഒരു ഹേമയ്ക്ക് കുറേ കാലം പണി കിട്ടിയെന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് സാധാരണ സിനിമക്കാരുടെ ഇടയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടായത്? സിനിമക്കാർ തമ്മിൽ സാധിച്ചു, വഴക്കടിക്കാൻ സാധിച്ചു. എന്ത് ഫാക്ട്സാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തുണ്ടായിട്ടുള്ള? എന്താണ് അതിനകത്ത് പോലും ആർക്കും നടപടിയെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, കോടതി അടക്കം പറയുന്നത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കരുതെന്നാണ് പറയുക. അതിപ്പോൾ CN രാമേന്ദ്രൻ നായരുടെ കമ്മീഷനകത്തും അതിനല്ലേ വരിക. ഇതിൻ്റെയൊക്കെ അർത്ഥം വരുന്നത് പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി നമ്മുടേതല്ല എന്നുള്ളവരും സർക്കാർ നമ്മളോട് പരസ്യമായിട്ട് പറയുകയാണ്. അതിനുവേണ്ടിയുള്ള ഫൈൻഡിങ്സിൻ്റെ കമ്മീഷനാണ് ഈ പറയുന്ന CN രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഉള്ളത്. അദ്ദേഹം കണ്ടെത്തിയത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലോ എന്തുകൊണ്ട് രാമേന്ദ്രൻ നായർക്ക് പറയാൻ പറ്റൂല? രാമേന്ദ്രൻ നായർ ഇത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന 600 പരം കുടുംബങ്ങളെ ഈ കേരള സർക്കാർ ഒഴിപ്പിക്കുക അവിടെ നിന്ന്. കാരണം കേരള സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രമേയം പാസാക്കി. ആ പ്രമേയപ്രകാരം വഖഫിൻ്റെ ഭൂമികളെന്ന് ഈ പറയുന്ന ഭൂമികളെല്ലാം വഖഫിൻ്റേതാണെന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പ്രമേയം. സർക്കാരിൻ്റേതാണ്. അവർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വഖഫിൻ്റെ അമെൻമെൻറ്റ് ബില്ല് അതിനെ അവർ എതിർക്കുകയാണ്. ഇത് 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നതാണ്. 1995 അതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് നരസിംഹറാവുവാണ്. 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വഖഫിനാണെന്ന് പറയുക മാത്രമല്ല, അതിനകത്ത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കേണ്ടത് ട്രൈബ്യൂണലിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ട്രൈബ്യൂണലിലാണ് പരാതി കൊടുക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് ട്രൈബ്യൂണൽ തീരുമാനിക്കുന്നതാണ്. വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ ട്രൈബ്യൂണൽ എടുക്കുന്ന തീരുമാനത്തെ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത അങ്ങോട്ട് അംഗീകരിച്ചില്ലെങ്കിലോ? അതെ, ഹൈക്കോടതിയിൽ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ ഏത് വിധിയിൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാ വളരെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളാണ്. അവൻ 3 സെൻറ്റും 4 സെൻറ്റും 5 സെൻറ്റും വാങ്ങിച്ചിരിക്കുന്ന ഈ ഭൂമി, അത് ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. ജനങ്ങളുടെ എതിർപ്പിനെ ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഈ കമ്മീഷനെ കൊണ്ടുവന്നത്. കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന ഈ ഫൈൻഡിങ്സ് ഇത് കണ്ടെത്തുന്ന കമ്മിറ്റി കൊണ്ടുവന്നത്. ഈ പറയുന്ന സർക്കാർ സാധ്യമല്ല.
ഇവരെ ഒഴിപ്പിക്കാൻ സാധ്യമല്ല. കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്നാൽ സമയം കൂടുതൽ എടുക്കുക എന്നുള്ള മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് ആർക്കും നാളെ ഒരു വീട് വെക്കാൻ സാധിക്കില്ല. ഇവർക്ക് ആർക്കും ഒരു മകളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കില്ല. ഇവർ ആരെങ്കിലും മക്കൾക്കൊന്ന് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടി സാധ്യമല്ല. ഇവർക്ക് ഒരു തരത്തിലുള്ള റിപ്പയറിംഗ് വർക്കുകൾ സാധ്യമല്ല. ഇവരുടെ വീടിൻ്റെ ടാക്സ് അവിടുത്തെ പഞ്ചായത്ത് എടുക്കുന്നില്ല. ഈ തരത്തിൽ അവിടെയുള്ള ജനങ്ങളെ കഷ്ടതയിലാക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. അതിന് കൂട്ടുനിൽക്കുന്നതാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ രണ്ടുപേരും കൂടി പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ചേർന്നുകൊണ്ടാണല്ലോ കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വഖഫിൻ്റെ അമെൻമെൻറ്റ് അതിന് സപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ് തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് തീരുമാനിക്കേണ്ടത് ഒരിക്കലും ഈ വഖഫിൻ്റെ കമ്മിറ്റിക്കാരല്ല തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേക പേരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ പേര് പറയാവുന്നതാണ്. ആ പേരടങ്ങുന്ന ആളുകൾക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം. മുത്താവല്ലിയാണ് ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുത്താവല്ലിയാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ പറയുന്ന മുത്താവല്ലി ഒരു കിത്താവല്ലി അല്ല തീരുമാനിക്കേണ്ടത്. ഇത് തീരുമാനിക്കേണ്ടത് അതാത് പ്രദേശത്തുള്ള ജില്ലാ കളക്ടർമാരാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞെങ്ങനെയാണല്ലോ, ഇതിൻ്റെ അവകാശം ഇത് തീരുമാനിക്കാനുള്ള അധികാരം വഖഫിൻ്റെ ട്രൈബ്യൂണലിനാണ്. വഖഫിൻ്റെ ട്രൈബ്യൂണലിന് അധികാരം കൊടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ലപ്പ. ഇത് ഏത് സർക്കാർ പാസ്സാക്കിയാലും ഏത് കോടതിയിൽ പറഞ്ഞാലും ജനങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരും. അങ്ങനെ ജനങ്ങൾ ശക്തമായിട്ട് രംഗത്ത് വന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരായിട്ട് പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുത്താവല്ലിക്ക് പകരം ജില്ലാ കളക്ടറെയാണ് ചുമതലയേൽപ്പിക്കുന്നത്. ഇത് തെറ്റാണെന്നാണ് കേരളത്തിൻ്റെ സർക്കാർ പറയുന്നത്. കേരള സർക്കാരിന് കൊണ്ടുവന്നിട്ടുള്ള പ്രമേയം അതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം പറയുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നത് ഇത് വഖഫിൻ്റെ ഭൂമിയാണ്. പണം കൊടുത്ത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും പണം കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇറങ്ങിപ്പോക്കൊള്ളാനാ അവിടുത്തെ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കരായിരിക്കുന്ന അവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളായിരിക്കുന്ന ആളുകളോട് അവരുടെ പാർലമെൻറ്റ് മെമ്പറടക്കം അവരുടെ MLA അടക്കം നാണമില്ലാതെ കണ്ട് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നാണ് പറയുന്നത്. ഇത് എന്തൊരു ക്രൂരതയാണ്! ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന പരിപാടിയാണോ? ഇന്ന് മാത്രമല്ല, തൽക്കാലത്തേക്ക് ഇവരുടെ എല്ലാം കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഈ പറയുന്ന ഒരു ഫാക്സ് ഫൈൻഡിങ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റി കൊണ്ടുവരുന്ന റിപ്പോർട്ടിന് യാതൊരു നിയമസാധുതയില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞ് ഈ സാധനം രാമേന്ദ്രൻ നായർ വേറെ പണിയൊക്കെയാണ് പറഞ്ഞത്. ഈ പുള്ളി പഴയ ഹൈക്കോടതി ജഡ്ജിയാണ്, പണിയൊന്നുമില്ലാണ്ട് നടക്കുകയായിരിക്കും. പണിയില്ലാണ്ട് നടക്കുന്നവൻ കയറിയിരിക്കേണ്ട സ്ഥലമല്ല അത്. ഇത് അവിടുത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. ആ ജീവൽ പ്രശ്നത്തെ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് പന്താടുന്നത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ തനി ഭോഷ്കാണ്. ആ ഭോഷ്കിനെയാണ് കേരള സർക്കാർ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞ് ഈ പറയുന്ന ഭോഷ്കൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അതുകൊണ്ടത് തീർച്ചയായിട്ടും കേരള സർക്കാരിനെ സംബന്ധിച്ച് അവർ മുഖത്തേറ്റിട്ടുള്ള ഒരു വലിയൊരു അടി തന്നെയാണ് ശരിക്കുന്നത്. ജനങ്ങൾ തിരിച്ചറിയാണ്. ജനങ്ങളെ സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ പൊയ്മുഖം തിരിച്ചറിയാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പൊയ്മുഖം തിരിച്ചറിയാണ്. കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർ ആരാണെന്നുള്ള ഒരു ജനം തിരിച്ചറിയാണ്. അവിടെയുള്ള വൈപ്പിലെ MLAയുടെ തനി സ്വഭാവം ജനങ്ങൾ തിരിച്ചറിയാണ്. അവർക്കൊന്നും യാതൊരു വേവലാതിയില്ല, ഒരു വേദനയില്ല. 600-ൽ പരം വരുന്ന കുടുംബങ്ങൾ അവർ വഴിയാധാരമായി പോകുന്നു. സ്വന്തം കിടപ്പാടം അവർക്കില്ല, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് കിടപ്പാടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണെന്നാ ഇവരുടെയൊക്കെ ചോദ്യം. ഞങ്ങൾ അവർക്ക് വേണ്ടി വേറെ ഭൂമി എടുത്തു കൊടുക്കാത്രേ. ഈ ഭൂമി എടുത്തു കൊടുക്കാൻ ആരെയാ? ഈ പറയുന്ന MLAയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഭൂമി എടുത്തു കൊടുക്കുന്നത്? അല്ലെ MP-യുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഭൂമി എടുത്തു കൊടുക്കുന്നത്? കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവർ പണം കൊടുത്ത ഭൂമിയാണ്. ആ പണം കൊടുത്ത ഭൂമിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് വഖഫ് തീരുമാനിച്ചാലും അവിടെയുള്ള ജനങ്ങളുടെ ഭൂരിപക്ഷ വിധിക്കനുസരിച്ച് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഒരു കാരണവശാലും സാധ്യമല്ല. ഇപ്പം നമുക്കറിയാലോ, ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ സമരത്തിന് എന്ന് പല ആളുകളും വളരെ പെട്ടെന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങിയിട്ടുണ്ട്. സാംസ്കാരിക നേതാക്കന്മാരൊക്കെ വായിൽ പഴം തിരിയിരിക്കുക. അവനൊന്നും ഈ ഭാഗത്തേക്ക് പോകുന്നില്ല. സാംസ്കാരിക നേതാക്കന്മാരും അല്ലെങ്കിൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന സാംസ്കാരിക നേതാക്കന്മാരുണ്ട്, നായകന്മാരുണ്ട്. ഇവരൊന്നും കാണാനേ ഇല്ല ആ ഭാഗത്ത്. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ ഇടയ്ക്ക് അവിടെ പോയിട്ട് ചില പ്രസ്താവന ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരാരും ഈ പറയുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരുന്നില്ല. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അവിടുത്തെ ജനങ്ങൾ
അവർ കക്ഷി രാഷ്ട്രീയം മറന്ന് അവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവർ ഒഴിയില്ല ആ സ്ഥലത്തുനിന്ന്. എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, അവരെ ഒഴിപ്പിക്കാനായിട്ട് കേരള സർക്കാരെന്നല്ല ഏത് പട്ടാളം വിചാരിച്ചാലും ഏത് പോലീസ് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം ജനങ്ങളുടെ അവരുടെ ജീവൽ പ്രശ്നമാണ്. അവർക്ക് ജീവിക്കണം. അത് ഒരു വഖഫിനോ ആ തരത്തിലൊരു തീവ്രവാദ സംഘത്തിന് ഈ തരത്തിൽപ്പെട്ട ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.